പാറശാല ഷാരൂൺ വധക്കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. ഒന്നാം പ്രതിയായ ഗ്രീഷ്മയും മൂന്നാം പ്രതിയായ നിർമ്മൽകുമാറും കുറ്റക്കാരാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെടുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. റിനു ശ്രീധർ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് റിനു ശ്രീധർ. ഇന്ന് കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധിയാണ്. കൂടെയുണ്ടായിരുന്ന ആളെ വഞ്ചിച്ച് കൊലപ്പെടുത്തി, അതും ആസൂത്രിതമായി കൊലപ്പെടുത്തിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഗ്രീഷ്മ ചെയ്തിരിക്കുന്നത്. പ്രായം അതിനൊരു പരിധിയായി മാറുമോ? കോടതി ആ പ്രായം കണക്കിലെടുത്ത് ശിക്ഷയിൽ ഇളവ് നൽകുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ എപ്പോഴേക്ക് ഈ ശിക്ഷാവിധി പ്രതീക്ഷിക്കാം റീനു നമുക്ക്? സുജയ, തീർച്ചയായും കേരളക്കരെ ആകെ ചർച്ച ചെയ്തൊരു കേസാണിത്. അത്ഭുതത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും നോക്കിക്കണ്ട കേസാണ് ഇത്. ഷാരൂൺ വധക്കേസ്. ഷാരൂൺ വധക്കേസ് 2022 ഒക്ടോബർ 14 വിഷം നൽകുന്നു. ഒക്ടോബർ 25 11 ദിവസത്തിന് ശേഷം ഷാരൂൺ ആശുപത്രിയിൽ കിടന്ന് മരിക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഇപ്പോൾ ഷാരൂൺ വധക്കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയും മൂന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണ് എന്നുള്ളത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. പക്ഷേ രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധു, ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം, സിന്ധുവിനെതിരെ തെളിവുകൾ കണ്ടെത്തുന്നതിലും ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കോടതി വിലയിരുത്തിയത്. എന്തായാലും നിർണായകമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി തന്നെയാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ തെളിവുകളുടെ ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ ഗ്രീഷ്മയെ ഇന്നലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ ജാമ്യത്തിലായിരുന്ന ആ ഗ്രീഷ്മയെ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടി ഈ വിധി പ്രസ്താവം കേൾക്കുന്നതിന് വേണ്ടി വനിതാ ജയിലിൽ നിന്ന് ഗ്രീഷ്മയെ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. രാവിലെ മുതൽ നമ്മളും ജയിലിൽ നിന്ന് ഗ്രീഷ്മയ്ക്കൊപ്പം ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഇന്നലെ ഈ വിധി പ്രസ്താവം നടക്കുമ്പോൾ ഷാരോണിൻ്റെ മാതാപിതാക്കൾ ഈ കോടതിയിലേക്ക് എത്തിയിരുന്നില്ല. അവർക്ക് ഗ്രീഷ്മയെ കാണാൻ കഴിയില്ല, ഈ താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിന് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷം അച്ഛന് സ്ട്രോക്ക് വന്ന വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെയും കൊണ്ട് കോടതിയിലേക്ക് വരിക ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് ഈ ഒരു ശിക്ഷാവിധി കേൾക്കുവാൻ വേണ്ടി കൃത്യമായി കോടതിയിലേക്ക് മാതാപിതാക്കൾ ഞങ്ങൾ എത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തന്നെ നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെക്ഷൻസ് ജഡ്ജി A.A. റഷീദ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പ്രസ്താവം നടത്തുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന. സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളക്കരയാകെ ഉറ്റുനോക്കുന്ന ഒരു വിധി. സ്വന്തം കാമുകനെ വിഷം നൽകി, അതായത് ഒഴിവാക്കുന്നതിന് വേണ്ടി മറ്റൊരു പട്ടാളക്കാരനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കഷായത്തിൽ വിഷം നൽകി കൊന്നു എന്നുള്ളതാണ് ഗ്രീഷ്മയ്ക്കെതിരായിട്ടുള്ള കേസ്. സുജയ, ആ അച്ഛനും അമ്മയ്ക്കും ആ മകനെ ഇല്ലാതാക്കണമായിരുന്നു, ആ കുടുംബത്തിൽ ദുഃഖം വിതയ്ക്കണമായിരുന്നു, പറഞ്ഞ് അങ്ങ് ഒഴിവായി മറ്റൊരു വിവാഹത്തിലേക്ക് ഗ്രീഷ്മയ്ക്ക് പോകാൻ കഴിയില്ലായിരുന്നോ എന്ന ചോദ്യവും അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരു ബന്ധത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നയാളെ കൊലപ്പെടുത്തി സ്വന്തം ഇഷ്ടം നടത്തുകയല്ല വേണ്ടത്, കൃത്യമായി പറഞ്ഞ് അങ്ങനെ മനോഹരമായി ബന്ധം ഉപേക്ഷിച്ചു പോകുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട്. അങ്ങനെയാകട്ടെ, കൊലപാതകം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഒരു മാർഗമായി ഒരിക്കലും മാറാതിരിക്കട്ടെ എന്നതാണ് ഈ കേസിന് വിധി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്.